നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫോണിൽ നിന്നെ ഭീഷണിപ്പെടുത്തിയ ആൾ ആരാണെന്ന് കണ്ടുപിടിച്ച നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് നീ കരുതിയോ? യഥാർത്ഥ കളി ഇനി തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. അമ്മ ഭയങ്കര ജോലിയിലാണല്ലോ. ഞാൻ എപ്പോഴും വിചാരിക്കും അമ്മ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് കഷ്ടപ്പെടുവാണല്ലോ എന്ന്. അത്രയ്ക്ക് വിഷമം ഉണ്ടെങ്കിലേ നിന്ന് ഡയലോഗ് അടിക്കാതെ ഇത് ചെയ്യ്, സഹായിക്കും. അയ്യോ അമ്മേ, ഞാൻ ഇതൊന്നും ചെയ്ത ശരിയാവില്ല. അറിയാം, നിന്നെ കൊണ്ട് വായിട്ടലയ്ക്കാനേ കൊള്ളുള്ളൂ. നിന്റെ ആവശ്യം എന്താന്ന് പറ. വെറുതെ സംസാരിച്ച് സമയങ്ങളെ നിൽക്കണ്ട, എനിക്ക് 100 കൂട്ടം ജോലിയുണ്ട്. അല്ല, അണിഞ്ഞൊരുങ്ങി നീ എങ്ങോട്ടാ ഇത്? എന്റെ ഒരു കൂട്ടുകാരിയുടെ കല്യാണം അമ്മ, ഞാൻ പോയില്ലെങ്കിൽ ശരിയാവില്ലാതാ. അതെന്താ, നീ പോയില്ലെങ്കിൽ കല്യാണം നടക്കില്ലേ? അതല്ല, അവളാ കോളേജിലെ എന്റെ ഏറ്റവും നല്ല കൂട്ടുകാരി. നിന്റെ കൂട്ടുകാരൊക്കെ തല തെറിച്ച പിള്ളേരാ. അതിലൊരാളുടെ കല്യാണത്തിന് പോയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്താ അമ്മ, എത്ര കാലം എന്ന് വെച്ചാ ഞാൻ ഇങ്ങനെ ഈ വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കുന്നത്? എനിക്ക് നിന്നെ ഇവിടെ പൂട്ടിയിടണമെന്ന് ഒരാഗ്രഹവും ഇല്ല. നീ പുറത്തിറങ്ങി പോകുമ്പോ അത്രയും നേരത്തേക്ക് എനിക്ക് സ്വൈര്യം കിട്ടാറുണ്ട്. പക്ഷെ ഇനി നീ പോയ പേപ്പറൊക്കെ എഴുതിയെടുക്കാതെ എങ്ങോട്ടും പോണ്ട. അമ്മ പ്ലീസ്, എന്റെ അവസ്ഥ കണ്ടിട്ട് അമ്മയ്ക്ക് കഷ്ടം തോന്നില്ലേ? ഇല്ല, കാരണം ഈ അവസ്ഥ നീ തന്നെ വരുത്തി വെച്ചതാ. ഞാൻ പരീക്ഷ എഴുതി തോൽക്കുന്ന ആദ്യത്തെ ആളൊന്നും അല്ലല്ലോ. മഹിമ പരീക്ഷ പോലും എഴുതാതെ സിനിമ കണ്ട് നടന്നിട്ട് അവൾക്ക് പുറത്ത് കറങ്ങി നടക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഞാൻ ചെയ്യുമ്പോഴാ പ്രശ്നം. അവളെ സ്വന്തമായിട്ട് കാശുണ്ടാക്കി പഠിക്കുന്ന കുട്ടിയാ. അതുകൊണ്ട് അവളോട് ആർക്കും ഇത് ചെയ്യരുത് അത് ചെയ്യരുതെന്ന് പറയാൻ പറ്റില്ല. നിന്റെ കാര്യം അങ്ങനെയാണോ? നിന്നെ കൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു 10 പൈസയുടെ ഉപകാരം ഉണ്ടോ? അപ്പൊ പിന്നെ ബാക്കിയുള്ളവർ പറയുന്ന കേട്ട് നടന്നാ മതി. നീ അമ്മ വെറുതെ എന്റെ പുറകെ നടക്കണ്ട. ഇത് ഗിരിയുടെ തീരുമാനമാണ്. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തോ, അവനോട് ചോദിച്ച് സമ്മതം വാങ്ങിട്ട് പൊയ്ക്കോ. അല്ലെങ്കിലും ഇപ്പൊ ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും അമ്മയല്ലല്ലോ തീരുമാനിക്കുന്നത്. ഗിരിയേട്ടനോട് തീരുമാനിക്കാൻ അമ്മ പറയും. പക്ഷെ ഗിരിയേട്ടൻ അഞ്ജുവിനോട് ചോദിക്കാതെ എന്തെങ്കിലും പറയൂ? അപ്പൊ ഫലത്തില് ഞാൻ എന്ത് ചെയ്യണം ചെയ്യണ്ടെന്ന് തീരുമാനിക്കുന്നത് മഞ്ജുവാ. കൊള്ളാം, അമ്മയ്ക്ക് ഈ വീട്ടിലെ സ്ഥാനം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഈ വീട്ടിലുള്ള സ്ഥാനം എന്താണെന്ന് നീ കാണിച്ചു തരണ്ട. ഇന്ന് ഞാൻ പറയുന്നതിനപ്പുറം ഈ വീട്ടിലൊന്നും നടക്കില്ല. നീ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ, ഗിരി ഒന്നും പറയില്ല. കാലയ്ക്ക് അതാണ് അമ്മയുടെ പവർ. നീ കൂടുതൽ ഷോയൊന്നും കാണിക്കണ്ട. നീ എന്താ ചെയ്തതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ കിട്ടുന്ന സമാധാനം ആലോചിച്ച് ഞാൻ സമ്മതിച്ചതാ. ഓ, ഞാനേ ഒരു കല്യാണത്തിന് പോവാ. അമ്മ സമ്മതിച്ചു. അമ്മ സമ്മതിച്ച പിന്നെ അപ്പീലില്ലല്ലോ, നീ വയ്ക്കോ. ശരി, പോയിട്ട് വരാമേ. ഇവളെന്തായാലും കല്യാണത്തിന് പോവല്ലേ, ഇനി അമ്മ വീട്ടു ജോലിയൊന്നും ചെയ്യണ്ട. നമുക്ക് ഒരുമിച്ചൊന്ന് കറങ്ങാൻ പോയാലോ? കൊറേ കാലായി പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട്. പക്ഷെ മഞ്ജു വരുമ്പോ വീട്ടിലാരും ഉണ്ടാവില്ലല്ലോ. അത് സാരമില്ല, വാതില് പൂട്ടിയിട്ട് താക്കോല് ചെടിച്ചട്ടിയിൽ വെച്ചാൽ മതി. അവളെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അമ്മ വേഗം ചെന്ന് റെഡി ആയിട്ട് വാ.
എടാ റിജി, നിന്റെ ഒരു സഹായം വേണം. സ്വപ്ന ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നീ അവളുടെ പുറകെ തന്നെ ഉണ്ടാവണം. എന്നിട്ട് അവൾ ആരെ എവിടെ പോയി കാണുന്നു എന്നുള്ളത് നീ അപ്പപ്പ തന്നെ വിളിച്ചറിയിക്കണം. ശരിയെന്നാ, ഓക്കെ. ഇന്നത്തോടെ എന്റെ അനിയത്തിക്കുട്ടിയുടെ നാടകം പൊളിയും. ഞാൻ പൊളിക്കും. എന്നാലും ഈ ഗിരി എന്തൊരു ക്രൂരനാ. നിന്നെ പൂട്ടിയിടാന്നൊക്കെ പറഞ്ഞ നീ ഇന്നെങ്ങനെ പുറത്തിറങ്ങിയത്? ഒരു കൂട്ടുകാരിയുടെ കല്യാണമാണെന്ന് പറഞ്ഞു. കൊച്ചു കള്ളി. അല്ല, നീ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ എങ്ങനെ സംസാരിക്കും? സഞ്ജുവിന്റെ നമ്പർ എനിക്ക് കാണാതെ അറിയില്ല. അതെനിക്ക് തന്നാ മതി. ഞാൻ അമ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ചോളാം. ഞാൻ അമ്മയുടെ നമ്പർ സഞ്ജുവിനും തരാം. അത്യാവശ്യമാണെങ്കിൽ മാത്രം അതിലോട്ട് വിളിച്ചാൽ മതി. ശരി. നീ അയച്ച ലൊക്കേഷനിൽ ഞാൻ എത്തി. സ്വപ്ന ഇവിടെ തന്നെ അല്ലേ? ഓ, സഞ്ജു കൂടെ ഉണ്ടോ? നന്നായി. ശരി, നീ വിട്ടോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. അമ്മേ, കൊറേ കാലത്തിന് ശേഷമാ ഞാൻ പുറത്തൊക്കെ ഇങ്ങനെ കറങ്ങുന്നത്. എന്റെ കല്യാണത്തിന് ശേഷം അമ്മ ഞാൻ വിളിച്ചിട്ട് വരാതായത്. ഇല്ലെങ്കിൽ നമ്മൾ എല്ലാ ആഴ്ചയും ഇങ്ങനെ ഒരു ദിവസമെങ്കിലും കറങ്ങാൻ പോകാറുള്ളതല്ലേ? വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം പുറത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാൻ ഒരു താല്പര്യവും തോന്നാറില്ല മോനെ. അല്ലാതെ നിന്നോട് പിണക്കമുള്ളത് കൊണ്ടൊന്നും അല്ല. ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഇനി എല്ലാ ആഴ്ചയിലും നമുക്ക് ഇങ്ങനെ ഒരു കറക്കം പ്ലാൻ ചെയ്തുകൂടെ? അതിനെന്താ? ഇത്രയും ദിവസമായിട്ട് നിന്നെ കാണാത്തോണ്ട് ഇപ്പൊ നിന്നെ എനിക്ക് കടിച്ച് കീറാൻ തോന്നാ. എന്താ സഞ്ജുട്ടാ ഇത്? ആരെങ്കിലൊക്കെ കാണും. വാ, നമുക്ക് അവിടെയൊക്കെ ഒന്ന് നടന്ന് കാണാം. അമ്മ അങ്ങോട്ട് പോണ്ട, നമുക്ക് തിരിച്ചു പോവാം. എന്താ? അവിടെയല്ലേ കാണാൻ നല്ല സ്ഥലങ്ങളുള്ളത്. അവിടെ കൊള്ളാവുന്ന ഒന്നുമില്ല. ഇപ്പൊ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. അതെന്താ പോയാല്? വാ. അമ്മേ, ഇതമ്മ കാണണ്ടെന്ന് കരുതിയ ഞാൻ. ഇങ്ങോട്ട് വാടി. നിനക്ക് ഈ വൃത്തിയോട്ടവന്റെ കൂടെ നടന്ന് കുടുംബത്തിന്റെ മാനം കളയണോ അല്ലേടി? നിന്നെ ഞാനൊന്ന് കൊല്ലുവടി. വേണ്ടമ്മേ, വേണ്ട. ഇതൊരു പൊതു സ്ഥലമാണ്. എന്ത് സംസാരിക്കാനാണെങ്കിലും വീട്ടിൽ വെച്ചാവാം. ഇങ്ങോട്ട് വാടി. നീ എങ്ങോട്ടാ പോന്നെ? ഇനി നിന്നെ ഇവളുടെ കൂടെ കണ്ട ഞാൻ എന്തിയൊന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്നിട്ട് നീ അത് തുടർന്നിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നിനക്ക് തല്ലു വാങ്ങാൻ എന്തോ നേർച്ച ഉണ്ടെന്ന അർത്ഥം. ആ നേർച്ച ഞാൻ അങ്ങ് തീർത്തു തരണം. മതി. നീ എന്തിനാ എന്നോട് ദേഷ്യം കാണിക്കുന്നേ? മര്യാദയ്ക്ക് വീട്ടിലിരുന്ന് എന്നെ അവിടെ വന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് നിന്റെ അനിയത്തിയാ. എന്നെ പേടിച്ച് നീ അവളെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കല്ലായിരുന്നോ? എന്നിട്ടും അവള് അവിടെ നിന്ന് ചാടി എന്നെ കാണാൻ വന്നു. അതിനർത്ഥം ഞാൻ അവളുടെ പുറകെ അല്ല, അവൾ എന്റെ പുറകെ നടക്കുന്നതെന്നാ. എന്റെ അടുത്ത് നിന്റെ ശൗര്യം കാണിക്കുന്നതിന് പകരം നിന്റെ അനിയത്തി ആദ്യം നിലയ്ക്കെടുത്താൻ നോക്ക്. എന്താ നിന്റെ നാവിറങ്ങിപ്പോയോ? എനിക്ക് വായിട്ടലച്ച് ശീലമില്ല. ഇനിയും തല്ലി എരന്ന് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാ മതി, കേട്ടോ? ഇങ്ങോട്ട് ഇറങ്ങി വാടി. വാടി.